അല്ല, ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. എൻ്റെ പൊന്നു മലൻ നമ്പ്യാരേ, 35 വയസ്സിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീ 5 പ്രസവം താങ്ങിയിട്ടുണ്ടെങ്കിലേ സുരേഷ് ഗോപിൻ്റെ വൈഫും 5 താങ്ങിയിട്ടുണ്ട് 35 ആയപ്പോഴേക്കും. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫും താങ്ങിയിട്ടുണ്ട് 4 എണ്ണം. 35 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മലൻ നമ്പ്യാർ കാര്യം ചെയ്യ്, ഒന്ന് കോവിച്ചേട്ടനെ വിളിച്ച് ചോദിക്കണം എങ്ങനെ താങ്ങി നിങ്ങളുടെ ഭാര്യ 5 എണ്ണത്തിന് 35 വയസ്സിൽ. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാറേട്ടനോട് ഒന്നൊരു ചോദിക്കുക എങ്ങനെ താങ്ങി 4 എണ്ണത്തിന് എന്നുള്ളത്. ആ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ. പ്രസവം എന്ന് പറഞ്ഞാൽ ഈ 10 പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കും അത്രേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ പൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ്. ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ച്. 10 പ്രസവം സ്വർഗത്തുനിന്ന് ചോദിക്കുമോ? 10 പ്രസവിച്ച ആരാത്? അവരെ സ്വർഗത്തിൻ്റെ ലീഡറാണോ നോക്കുക? എങ്ങനെ സാധിക്കുന്നടി ഇങ്ങനെ വന്ന് പച്ചക്കളവ് ചെറ്റ വർത്താനം പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുന്നു നിനക്കൊക്കെ? സ്വർഗത്തിൽ 10 പെറ്റവരുണ്ടോ എന്നാ ചോദിക്കുക. അതാണ് മദ്രസിൽ സ്ഥാനമില്ല നുസ്രത്ത്. അങ്ങനെ വരുമ്പോ നബിയുടെ ഭാര്യ ആയിഷയ്ക്ക് സ്ഥാനമില്ല, ഒന്നും പ്രസവിച്ചിട്ട്. അതാണ് അവിടെയാണ് അത് കുഴപ്പം. അതിൻ്റെ ഇടക്ക് കോലിട്ടാൻ വന്ന കാമിതൻ്റെ കാമ വർത്താനം. അതിൻ്റെ ഇടക്ക് നബിയുടെ ഭാര്യ ആയിഷയ്ക്ക് സ്ഥാനമില്ല. നബിയുടെ ഒരു ഭാര്യമാർക്കും സ്ഥാനമില്ലല്ലോ കാമി. അതെന്താ എനിക്ക് പറയാൻ വിട്ടുപോയി? നബിയുടെ ഏത് ഭാര്യമാരാ 10 പ്രസവിച്ച്? ഇനി അതൊക്കെ പോട്ടെ, നബിയുടെ 4 ഭാര്യമാരിൽ എല്ലാവരും കൂടെ 10 പ്രസവിച്ചോ? അതുമില്ല. അപ്പോൾ പിന്നെ നബിൻ്റെ ആരും അല്ലെങ്കിൽ നബിൻ്റെ ഒരു ഭാര്യമാരും സ്വർഗത്ത് പോകില്ല. എൻ്റെ ഒച്ചേ എന്താണ് കാമി? നമ്മളിങ്ങനെ വിഷം തുപ്പുമ്പോൾ ഇതൊക്കെ നോക്കട്ടെ, ഇങ്ങനെ ചിരിച്ച് ഇളിച്ചിരുന്നാൽ മതിയോ? നബിൻ്റെ ഒരു ഭാര്യമാരും പോകില്ല. നബിക്ക് 10 മക്കളില്ല, ആകെ മക്കളേ ഉള്ളൂ. 4 കെട്ടിട്ട് 7 മക്കളെ വന്നിട്ടുള്ളൂ. എന്താ ചെയ്യുക നമ്മൾ? അപ്പോൾ നബി പോലും കാണിച്ചു കൊടുത്തിട്ടില്ല മാതൃകയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടുന്ന് കിട്ടി സ്വർഗത്തിലെ കഥ നുസ്രത്തിനും അതുപോലെ കാമിക്കും? അതോടൊന്ന് പറഞ്ഞാൽ കേട്ടോ, സ്വർഗത്തിലെ 10 പെറ്റവർക്കുള്ള സ്ഥാനേ ഒന്ന് കാണിച്ചു തരണം. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബം തമ്പുരാനെ, സുരേഷ് ഗോപിനെയും കൃഷ്ണന്മാരെയൊക്കെ തെണ്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെ മക്കളുണ്ടാക്കി കഴിഞ്ഞാൽ പറ്റെങ്കിൽ ഒരു പോസ്റ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ ഫേസ്ബുക്കിൽ എക്കിടക്ക് കുത്തി കുറയ്ക്കുന്ന ആളല്ലേ, ഒരു പോസ്റ്റ് ഇട്. തെണ്ടി ആയിട്ടുള്ള സുരേഷ് ഗോപി, തെണ്ടി ആയിട്ടുള്ള കൃഷ്ണകുമാറെ, നിങ്ങളെങ്ങനെ 4ഉം 5ഉം ഒക്കെ പ്രസവിപ്പിച്ചത് നിങ്ങളെ ഭാര്യമാരെ ഒക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഒരു കൊഴുക്കട്ടെ സംഭവം.